കഥ சொல்லிட்டா സാർ? എൻ്റെ പേര് അഖിൽ മോഹൻ. കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും അതിർത്തി പങ്കിടുന്ന കാര്യങ്കോട് പുഴയുടെ തീരത്തുള്ള മനോഹരമായ ഒരു ഗ്രാമമാണ് എൻ്റെ നാട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടുകാർക്ക് ഈ രണ്ട് ജില്ലകളും ഒരുപോലെയാണ്. പക്ഷേ ഈ കാര്യങ്കോട് പുഴയെക്കുറിച്ച് ചില ഭയപ്പെടുത്തുന്ന കഥകളുണ്ട്. വർഷങ്ങളായി പലരും പറയുന്നതും ചിലർ വിശ്വസിക്കുന്നതും ചിലർ വെറും കെട്ടുകഥയാണെന്ന് തള്ളിക്കളയുന്ന കഥകൾ. ആ കഥകളെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു കഥയല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, ഇന്നും ഓർക്കുമ്പോൾ ശരീരമാകെ ഒരു തരിപ്പ് പടർത്തുന്ന അനുഭവ കഥയാണ്. 2016 ഫെബ്രുവരി. അന്ന് ഞാൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ജോലിയുടെ തിരക്കിനിടയിൽ നാട്ടിലേക്ക് വരാൻ പോലും സമയം കിട്ടാറില്ലായിരുന്നു. 6 മാസമായി വീട്ടുകാരെ കാണാതെ നിന്നപ്പോൾ മനസ്സ് ആകെ മടുത്തിരുന്നു. ഒടുവിൽ 1 മാസം ലീവ് കിട്ടാൻ ബോസിനോട് ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. അവധി അംഗീകരിച്ച നിമിഷം തന്നെ നെഞ്ചിലെ ഭാരം ഇറങ്ങിയതുപോലെ തോന്നി. പിറ്റേന്ന് രാവിലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് ബസ് കയറി. മണിക്കൂറുകളോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ വൈകുന്നേരം 5 മണിയോടെ നാട്ടിലെ ടൗണിൽ ബസ് ഇറങ്ങി. വീട്ടിലേക്ക് ഇനി 10 മിനിറ്റ് മാത്രം. ടൗണിൽ നിന്ന് എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങി ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ മനസ്സിലെ ഭാരമൊക്കെ ഒഴിഞ്ഞിരുന്നു. അച്ഛൻ അന്ന് കാസർഗോഡായിരുന്നു ജോലി. അവിടെ ഒരു വാടക വീട്ടിലാണ് താമസം. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ വീട്ടിലേക്ക് വരാറുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്ന സന്തോഷത്തിൽ ഒരു ചെറിയ ആഘോഷം നടത്താമെന്ന് അച്ഛനും ഞാനും തീരുമാനിച്ചു. നമുക്ക് ടൗണിൽ പോയിട്ട് വരാം എന്ന് ചോദിച്ചപ്പോൾ തന്നെ അച്ഛൻ വരാമെന്ന് സമ്മതിച്ചു. ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ബൈക്കിൽ ടൗണിലെത്തി. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. ബീവറേജിലും കയറി പെട്ടെന്ന് തന്നെ തിരികെ വന്നു. 2 അകത്തായപ്പോൾ പതിവ് പോലെ അച്ഛൻ രാഷ്ട്രീയവും നാട്ടുകാര്യങ്ങളും ലോകകാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. അങ്ങനെ സംസാരത്തിനിടയിൽ പെട്ടെന്നാണ് അച്ഛൻ എന്നെ നോക്കി ചോദിച്ചത്, കൊച്ചെ, നീ 1 മാസം ഇവിടെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ കാസർഗോഡ് വാ, അവിടെ കുറച്ച് പണിയുണ്ട്, നിനക്ക് ചിലവിനുള്ള കാശും കിട്ടും. ഞാൻ ചിരിച്ചുകൊണ്ട് 2 ദിവസം കഴിയട്ടെ, വരാം എന്ന് സമ്മതിച്ചു. സംസാരവും ചിരിയും നീണ്ടുപോയി. സമയം കടന്നുപോയതൊന്നും അറിഞ്ഞില്ല. കമ്പനിയിൽ നിന്ന് ഫ്രണ്ടിൻ്റെ ഫോൺ വന്നതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വൈകിയിരുന്നു. രാത്രി 11:30 കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉറക്കച്ചടവോടെ പറഞ്ഞത്, മോനെ, ചോറെടുത്ത് കഴിച്ചോ, ഞങ്ങൾ കിടക്കാൻ പോകുക, കഴിച്ചു കഴിഞ്ഞ് എല്ലാം മൂടി വെച്ചേക്കണം. ശരി, ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കിടന്നോ. ഇത് കേട്ടതും അമ്മ മുറിയിലേക്ക് പോയി. പുറത്ത് മഴ തകർത്ത് പെയ്യുകയായിരുന്നു. ഞാൻ ഒരു പെഗ് കൂടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അകത്താക്കി. വീടിൻ്റെ വരാന്തയിൽ ഇരുന്ന് മഴ നോക്കിയിരുന്നു. നനഞ്ഞ മണ്ണിൻ്റെ മണം, തണുത്ത കാറ്റ്, ടിൻഷീറ്റിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം. ഒരു നിമിഷം 6 മാസത്തെ ജോലിയുടെ ക്ഷീണം മുഴുവൻ അലിഞ്ഞു പോയതുപോലെ തോന്നി. അപ്പോഴേക്കും സമയം രാത്രി 1 മണിയോടടുത്തിരുന്നു. അച്ഛൻ്റെ കൂർക്കം വലി ചെറുതായി മുഴങ്ങുന്നുണ്ട്. മദ്യം കഴിച്ചാൽ അങ്ങനെയാണ് പുള്ളി. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് അധികം സമയമെടുത്തില്ല. ഞാൻ വേഗം അടുക്കളയിലേക്ക് നടന്നു. ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ മൂടി വെച്ച ശേഷം കൈ കഴുകി നേരെ എൻ്റെ മുറിയിലേക്ക് നടന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന്. നാട്ടിലെത്തിയ ശേഷം ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. ഉറക്കവും കറങ്ങലുമൊക്കെയായി 5-6 ദിവസം എപ്പോഴാണ് കഴിഞ്ഞതെന്ന് പോലും അറിഞ്ഞില്ല. ഞാൻ വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ദിവസങ്ങളായി പെയ്തിരുന്ന മഴ പെട്ടെന്ന് മാറി. ആകാശം തെളിഞ്ഞു. മഴയുടെ തണുപ്പിന് പകരം പൊരിവെയിൽ നാടിനെ മൂടി. വീട്ടിലിരുന്ന് ബോറടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞത്, മോനെ, ഞാൻ നാളെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുക, നീയും വരുന്നോ? ആ ചോദ്യം കേട്ട നിമിഷം തന്നെ അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നതിലും നല്ലത് അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കാമെന്ന് കരുതി. പിറ്റേന്ന് രാവിലെ തന്നെ ഞാനും അമ്മയും യാത്ര തിരിച്ചു. ബൈക്കിലിരിക്കാൻ അമ്മയ്ക്ക് ഭയമായതിനാൽ ബസ്സിൽ പോകാമെന്ന് തീരുമാനിച്ചു. കാസർഗോഡ് എത്താൻ 3 ബസ്സുകൾ മാറി കയറണം. യാത്ര നീണ്ടതാണെങ്കിലും വഴിയിലുടനീളം കാടും മലകളും നിറഞ്ഞ കാഴ്ചകൾ ബോറടിപ്പിച്ചില്ല. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയത്. കക്ഷി ആ ചെറിയ ടൗണിൽ ഞങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് ഞങ്ങൾ വന്നതിൻ്റെ സന്തോഷം പ്രകടമായിരുന്നു. ഇവിടെ ഒരാഴ്ചയായി മഴയില്ല, നല്ല ചൂടാണ്. ഇതും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളെ കയറ്റി വാടക വീട്ടിലേക്ക് പുറപ്പെട്ടു. വാടക വീട് ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. ചുറ്റും റബ്ബർ തോട്ടം, അല്പം അകലെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശം. വീടുകൾ വളരെ വിരളം. വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് വിശാലമായ ഹാൾ. ഹാളിന്റെ ഇടതുവശത്ത് ഒരു മുറി, അതിന്റെ വാതിലിൽ വലിയൊരു പൂട്ട്. ഹാളിനപ്പുറം 2 കിടപ്പുമുറികൾ, അതിനോട് ചേർന്ന് അടുക്കളയും ബാത്റൂമും. മൊത്തത്തിൽ കണ്ടപ്പോൾ വീട് എനിക്കിഷ്ടമായി. എന്നാൽ ആ പൂട്ടിയിട്ട മുറി മാത്രം എന്തോ അസ്വസ്ഥത മനസ്സിൽ ഉണ്ടാക്കി. ഞാൻ അച്ഛനെ നോക്കി ചോദിച്ചു, അച്ഛാ, ഈ മുറി എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത്? അറിയില്ലടാ, വീട്ടുടമ പറഞ്ഞത് ഈ മുറി തുറക്കേണ്ട എന്നാണ്.
താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഗൗരവത്തോടെ പറഞ്ഞു. എന്താ കാരണം? മുൻപ് വാടകയ്ക്ക് താമസിച്ചവർ ആരാധന നടത്തിയിരുന്ന മുറിയാണെന്നോ മറ്റോ പറഞ്ഞത്. ഇപ്പോഴും ആ മുറി തുറന്നാൽ ചന്ദനത്തിരിയുടെയൊക്കെ മണം ഉണ്ട്. നീ അതിനകത്ത് കയറണ്ട, ഉള്ളിൽ വേറെ റൂമുണ്ട്. ഇതും പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോയി. ഞാനൊന്നും പറയാതെ പൂട്ടിയിട്ട വാതിലിലേക്ക് നോക്കി. എന്തുകൊണ്ടോ ആ വാതിലിനപ്പുറം എന്തോ ഉണ്ടെന്നൊരു തോന്നൽ മനസ്സിൽ കയറി. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഞാൻ എനിക്കായി പറഞ്ഞ മുറിയിലേക്ക് നടന്നു. ഡ്രസ്സ് മാറി പുറത്തു വന്നപ്പോൾ അമ്മ ചായയുമായി എത്തി. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അച്ഛൻ ടൗണിലേക്ക് പോകാൻ തയ്യാറായി. പോകുന്നതിന് മുമ്പ് ഞാൻ 2000 രൂപ കയ്യിൽ വെച്ചു കൊടുത്തു. വേണ്ട മോനെ, കയ്യിലുണ്ട്, അച്ഛൻ പറഞ്ഞു. വെച്ചോ എന്ന ചിരിയോടെ ഞാൻ പറഞ്ഞപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായി. അല്പസമയത്തിന് ശേഷം ഒരു ഓട്ടോ വന്നു. അദ്ദേഹം പുറത്തിറങ്ങി അതിൽ കയറി ടൗണിലേക്ക് പോയി. അമ്മ വീടും പരിസരവും അടിച്ച് വൃത്തിയാക്കുന്നത് കണ്ട് ഞാനും സഹായിക്കാൻ തീരുമാനിച്ചു. എല്ലാം കഴിഞ്ഞ് കുളിച്ചിറങ്ങിയപ്പോൾ സമയം 6 മണി. അപ്പോഴാണ് പുറത്തൊരു ഓട്ടോ വന്ന് നിന്നത്. 2 കൈകളിലും നിറയെ കവറുകളുമായി അച്ഛൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഓടിച്ചെന്ന് ഓരോ കവറുകളും വാങ്ങി. ബീവറേജിൽ ഭയങ്കര തിരക്കായിരുന്നു. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ്റെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, വരുന്ന വഴിക്ക് ഒരു ചെറുത് കക്ഷി അകത്താക്കിയിട്ടുണ്ട് എന്ന്. വീടിനുള്ളിൽ കയറി കവറുകൾ അമ്മയെ ഏൽപ്പിച്ച ശേഷം ഞാൻ കുപ്പിയും ഗ്ലാസും വെള്ളവും എടുത്തു വെച്ചു. പുറത്ത് ഇരുട്ട് കനക്കാൻ തുടങ്ങിയിരുന്നു. റബ്ബർ തോട്ടത്തിനിടയിലൂടെ വീശിയ കാറ്റിന് പോലും എന്തോ ഒരു വിചിത്രമായ നിശബ്ദതയുണ്ടായിരുന്നു. അന്ന് രാത്രിയും പതിവ് പോലെ ഞാനും അച്ഛനും ഓരോന്ന് അടിച്ച് ഓരോ വിശേഷങ്ങളിലേക്ക് കടന്നു. ബ്രെഡും ചിക്കനും കഴിച്ചുകൊണ്ട് പതിവ് പോലെ അച്ഛൻ രാഷ്ട്രീയത്തിൽ നിന്നും തുടങ്ങി നാട്ടിലെ വിശേഷങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞ ഓരോ കഥയിലും ഞാനും അമ്മയും മുഴുകി. സമയം 10ലേക്ക് നീങ്ങിയത് ശ്രദ്ധിച്ചതേയില്ല. അമ്മ തിരക്കിട്ട് കഴിക്കാനായി വിളമ്പി. ഭക്ഷണം കഴിച്ചതോടെ അച്ഛൻ കിടക്കാനായി മുറിയിലേക്ക് നടന്നു. ഉറങ്ങാൻ പോകും മുമ്പ് നീയും അധികം വൈകാതെ കിടന്നു, അമ്മ ഓർമ്മിപ്പിച്ചതും ഞാനും എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. അപ്പോഴാണ് വാതിലിന്റെ താഴെ ഒരു വിടവുണ്ടെന്ന് ശ്രദ്ധിച്ചത്. ഒരു പൂച്ചയ്ക്ക് പോലും അകത്ത് കടക്കാൻ പറ്റുന്നത്ര വലിയ വിടവ്. രാവിലെ നോക്കാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാതിലിന്റെ കുറ്റിയിട്ടു. പുതിയ സ്ഥലമായതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ തോന്നിയില്ല. ജനലിന് നേരെയിട്ടിരുന്ന കട്ടിലിൽ കിടന്ന് മൊബൈൽ നോക്കി. സമയം 11:30 കഴിഞ്ഞിരുന്നു. ഉറക്കം വരുന്ന ലക്ഷണമൊന്നുമില്ല. ഇയർഫോൺ കാതിൽ വെച്ച് ദുൽഖർ സൽമാന്റെ ചാർലി സിനിമ പ്ലേ ചെയ്തു. പുറത്ത് റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ കാറ്റ് വീശുന്ന ശബ്ദം മാത്രം. വീടിനുള്ളിൽ വല്ലാത്ത നിശബ്ദത. സിനിമയിൽ മുഴുകിയ ഞാൻ സമയം 1 മണി ആയത് അറിഞ്ഞിരുന്നില്ല. മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കണമെന്ന് തോന്നി. ഇയർഫോൺ ഊരി എഴുന്നേൽക്കാൻ തുടങ്ങിയ നിമിഷം എൻ്റെ കണ്ണുകൾ വാതിലിന്റെ താഴെയുള്ള വിടവിൽ പതിഞ്ഞു. ആരോ ആ വിടവിന് അപ്പുറത്തുകൂടി നടന്നു പോകുന്നത് പോലെ ഒരു നിഴൽ. ഒരു നിമിഷം മാത്രം. അതിന് പിന്നാലെ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം, പിന്നെ ടാപ്പ് തുറക്കുന്ന ശബ്ദം, വെള്ളം ബക്കറ്റിലേക്ക് പതിക്കുന്ന ശബ്ദം വീടിന്റെ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാം. ആദ്യം അതത്ര നിസ്സാരമാക്കിയില്ല ഞാൻ. അമ്മയോ അച്ഛനോ ആയിരിക്കും എന്ന് കരുതി വീണ്ടും സിനിമ പ്ലേ ചെയ്തു. എന്നാൽ 2 മിനിറ്റിന് ശേഷം ഇയർഫോൺ മാറ്റിയപ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം ഇപ്പോഴും കേൾക്കുന്നു. അതിനൊപ്പം ആരോ കുളിക്കുന്നത് പോലെ ശബ്ദവും. ഈ നേരത്താരാണവോ കുളിക്കുന്നത്? ഞാൻ മനസ്സിൽ പറഞ്ഞു. അമ്മയാവും, ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുളിക്കുന്നതായിരിക്കും എന്ന് കരുതി ഞാൻ വീണ്ടും സിനിമയിലേക്ക് ശ്രദ്ധിച്ചു. പക്ഷേ എന്തോ മനസ്സിന്റെ കോണിൽ ചെറിയൊരു അസ്വസ്ഥത മുളച്ചു തുടങ്ങിയിരുന്നു. സമയം പതിയെ 2 മണിയിലേക്ക് നീങ്ങി. സിനിമ അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം. വീണ്ടും ഞാൻ ഇയർഫോൺ മാറ്റി. ഇപ്പോൾ ശബ്ദമില്ല. ടാപ്പിലൂടെ വെള്ളം വീഴുന്നില്ല. വീടാകെ വീണ്ടും അതേ നിശബ്ദത. ഞാൻ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വാതിൽ തുറന്ന് ബാത്റൂമിലേക്ക് നടന്നു. സ്വിച്ച് അമർത്തിയതും മങ്ങിയ വെളിച്ചം തെളിഞ്ഞു. ഒരു ദീർഘനിശ്വാസം വിട്ട് ഞാൻ വാതിൽ തുറന്നു. അകത്ത് കയറിയ നിമിഷം എൻ്റെ ശരീരമാകെ ഒരു തണുപ്പ് പടർന്നു. ബാത്റൂം പൂർണ്ണമായും ഉണങ്ങിക്കിടക്കുകയായിരുന്നു. തറയിൽ ഒരൊറ്റ വെള്ളത്തുള്ളി പോലുമില്ല. ബക്കറ്റ് ശൂന്യം. ടാപ്പ് വരണ്ട നിലയിൽ. അടുത്ത മണിക്കൂറിലൊന്നും ആരും ബാത്റൂം ഉപയോഗിച്ചിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഞാൻ കുറച്ചുനേരം അവിടെ അനങ്ങാതെ നിന്നു. മൂത്രമൊഴിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും എൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. കണ്ടതും കേട്ടതും തമ്മിൽ ഒരു പൊരുത്തവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ വ്യക്തമായി കണ്ടതാണ് വാതിലിന് താഴെയുള്ള വിടവിലൂടെ ആരോ നടന്നു പോകുന്ന നിഴൽ. അതിനു പിന്നാലെ ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദവും ടാപ്പിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് വീഴുന്നതും ആരോ കുളിക്കുന്നത് പോലെയുള്ള ശബ്ദവും. ഇതെല്ലാം എനിക്ക് വെറുതെ തോന്നിയതാണോ? അല്ലെങ്കിൽ ആരെങ്കിലും ശരിക്കും ബാത്റൂമിൽ കയറിയിരുന്നോ? എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭയം പിടികൂടിയിരുന്നു. കൂടുതൽ ആലോചിച്ചാൽ ഉറക്കം പോലും നഷ്ടമാകുമെന്ന് തോന്നി. മുറിയിലേക്ക് തിരികെ വന്ന് വാതിൽ അടച്ചു. ലൈറ്റ് ഓഫ് ചെയ്യാൻ ധൈര്യം വന്നില്ല. സിനിമയുടെ ക്ലൈമാക്സിന് മുൻപ് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ കണ്ണു തുറന്നപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ നിന്ന് ചായയുടെ മണം വരുന്നുണ്ട്. മുഖം കഴുകി പുറത്തിറങ്ങിയപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ചായ നീട്ടി. ചായയുമായി ഹാളിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ കസേരയിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അച്ഛാ, ഇന്ന് ജോലിക്ക് പോയില്ലേ?
ഇല്ലടാ, തോട്ടം നനയ്ക്കുന്ന മോട്ടോർ നന്നാക്കാൻ ആള് വരും. പിന്നെ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അച്ഛൻ പറഞ്ഞു നിർത്തി. ഒരു നിമിഷം മടിച്ച് പിന്നെ സാധാരണ ചോദിക്കുന്നത് പോലെ ചോദിച്ചു. അച്ഛാ, ഇന്നലെ രാത്രി കിടന്നതിന് ശേഷം ബാത്റൂമിൽ പോയിരുന്നോ? അച്ഛൻ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച് എന്നെ നോക്കി. ഇല്ലടാ, കിടന്ന കിടപ്പാണ്. രാവിലെ 6 മണിക്കാണ് എഴുന്നേറ്റത്. എന്താ ചോദിച്ചത്? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ, ഞാൻ മറുപടി പറഞ്ഞു. അതേസമയം അച്ഛൻ്റെ ഫോൺ മുഴങ്ങി. സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് നടന്നു. ഞാൻ മെല്ലെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ തിരക്കിട്ട് പാചകം ചെയ്യുകയായിരുന്നു. അമ്മ പറഞ്ഞു, ഡാ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് കടയിലേക്ക് പോകണം. ഇവിടെ നിന്ന് റബ്ബർ തോട്ടത്തിലൂടെ കുറച്ച് നടക്കാനുണ്ട്. ആളൊഴിഞ്ഞ വഴിയാണ്. ഒരുമിച്ച് പോകാം. ശരി എന്ന് ഞാൻ തലയാട്ടി സമ്മതിച്ചു. അല്പനേരം മിണ്ടാതെ നിന്ന ശേഷം ഞാൻ ചോദിച്ചു, അമ്മേ, ഇന്നലെ രാത്രി ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നോ? ഞാൻ ചുറ്റി വളച്ചു ചോദിച്ചു. അമ്മ ജോലി നിർത്തി എന്നെ നോക്കിയിട്ട്, ഞാൻ കിടന്നതിന് ശേഷം ആരും അങ്ങോട്ട് പോയിട്ടില്ല. എന്താ കാര്യം? ഒന്നുമില്ല എന്ന ഭാവത്തോടെ. അമ്മയുടെ മുഖത്തെ കൺഫ്യൂഷൻ കണ്ടപ്പോൾ ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം ഇരച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കേട്ടതെന്തായിരുന്നു? ആ ചിന്തയോടെ എൻ്റെ കണ്ണുകൾ അറിയാതെ ബാത്റൂമിലേക്ക് തിരിഞ്ഞു. അവിടെ ഒന്നുമില്ല. ഒരു ദീർഘനിശ്വാസം വിട്ട് ഞാൻ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയ നിമിഷം ടട്ട് എന്നൊരു ചെറിയ ശബ്ദം. ഞാൻ പെട്ടെന്ന് ഞെട്ടി. ആ ശബ്ദം വന്നത് ഹാളിൽ നിന്നായിരുന്നു. മെല്ലെ തല തിരിച്ചു നോക്കി. എൻ്റെ കണ്ണുകൾ നേരെ പതിഞ്ഞത് ആ പൂട്ടിയിട്ട മുറിയുടെ വാതിലിൽ ആയിരുന്നു. ഒരു നിമിഷം നിശ്ചലമായിരുന്ന ആ വാതിൽ ഇപ്പോൾ വളരെ പതുക്കെ ആരോ അകത്തുനിന്ന് തള്ളുന്നത് പോലെ ചെറുതായി അനങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം ആഞ്ഞടിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ശ്വാസം പോലും എടുക്കാതെ ആ വാതിലിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു.